We were ongoing with our discussion regarding reciprocating pumps. So last day, reciprocating pumps എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. And the working of a reciprocating pump നമ്മൾ എന്താണെന്നുള്ളത് നോക്കി. I have showed you the animated videos also. Last നമ്മൾ എടുത്തത് discharge അല്ലായിരുന്നോ? We have been discussing about the discharge അല്ലേ? Dischargeന്റെ equation അല്ലേ നമ്മൾ ലാസ്റ്റ് ഡെറൈവ് ചെയ്ത്? ഇതില്ലേ ലാസ്റ്റ് എടുത്ത അതോ വേറെ ഇതിനെ ശേഷം വേറെ എടുത്തിരുന്നോ? ഹലോ, ഇല്ല സാർ, ഇവിടെ വെച്ചാണോ നിർത്തിയത്? ആരും ലെക്ചർ നോട്ട്സ് ഒന്നും എഴുതിയെടുക്കാറില്ലേ? Weight of water delivered per second. വെയിറ്റ് ഓഫ് വാട്ടർ ഡെലിവേർഡ് പെർ സെക്കൻഡിൽ നമ്മൾ എത്തിയോ? ഓക്കെ 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 ഓക്കെ. സോ ഡിസ്ചാർജ് ALN/60 ആണ് that we know. സോ വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് അത് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. വെയിറ്റ് ഓഫ് വാട്ടർ ബീങ് delivered per second. This is the equation. This was the equation. See, if discharge was Q ന്റെ നമ്മൾ കൂടെ നമ്മൾ if we multiply റോ മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? ഇതെന്താണ് റോ ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് റോ ഇൻറ്റു ക്യൂ? വാട്ട് ഈസ് റോ ഇൻറ്റു ക്യൂ? ആ ടേമിന് എന്താ പറയാ? മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ്. വെരി ഗുഡ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? A ഇൻറ്റു V ആണ്. ഏരിയ ഇൻറ്റു വോളിയം ആണല്ലേ? ഏരിയ ആണ്. ഇവിടെ L എന്താണ്? ഏരിയ ഇൻറ്റു ലെങ്ത്. അതാണ് നമുക്ക് വോളിയം ആയിട്ട് കിട്ടുന്നത് അല്ലേ? N/60 എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ നമ്പർ ഓഫ് revolutions. If n is equal to number of revolutions of crank, total number of revolutions in ALN/60 discharge. So if we multiply rho into Q, we obtain mass flow rate. അതിന്റെ കൂടെ നമ്മൾ G കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? വെയിറ്റ് ഫ്ലോ റേറ്റ് ആണല്ലേ? മാസ് ഫ്ലോ റേറ്റിന് വരെ നമുക്ക് കിട്ടും വെയിറ്റ് ഫ്ലോ റേറ്റ്. അത് തന്നെയാണ് വെയിറ്റ് ഓഫ് വാട്ടർ ബീങ് ഡെലിവേർഡ് പെർ സെക്കൻഡ്. If we expand, we can write rho into G into ALN/60. ഇതിൽ നമ്മൾ ലാസ്റ്റ് എഴുതിയത് സോ ഇതൊക്കെ ദീസ് വർ റിഗാർഡിംഗ്. ഞാൻ അന്ന് നിങ്ങൾക്ക് ഹാവ് ഐ ഡിസ്കസ്ഡ് അബൌട്ട് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും പറഞ്ഞിരുന്നു. ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞ ടേം ഡിസ്കസ് ചെയ്തിരുന്നോ? ഇല്ല സാർ. ഇല്ല, പോട്ടെ. ഓക്കെ. ഇത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ഡിസ്ചാർജ് ആണ്. കറസ്പോണ്ടിംഗ്ലി ദ വെയിറ്റ് ഓഫ് വാട്ടർ ബീങ് ഡെലിവേർഡ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡെലിവേർഡ് പെർ സെക്കൻഡ് ആണ് റോ ജി ALN/60 ഇടുന്നത്. ജസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് ടേം വിത്ത് റെസ്പെക്ട് ടു വാട്ട് റോ ആൻഡ് ജി. അത് മൾട്ടിപ്ലൈ ചെയ്താൽ വെയിറ്റ് ഓഫ് വാട്ടർ കൂടി കിട്ടി. കാരണം റോ ക്യൂ എന്ന് പറഞ്ഞ മാസ് ഫ്ലോ റേറ്റ് ആയി, അതിലൂടെ ജി കൂടി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി ആഡ് ചെയ്താൽ വിൽ ഒബ്റ്റെയിൻ വെയിറ്റ്. കാരണം W = mg ആണ്. Now, all these terms were regarding a single acting reciprocating pump. ഞാൻ അന്ന് നിങ്ങൾക്ക് ഒരു ഫിഗർ കാണിച്ചിരുന്നു അല്ലെ? That figure was related to, that was shown to make you understand the basic working of a reciprocating pump. Those reciprocating pumps were called single acting reciprocating pump. Single acting reciprocating pump എന്നാണ് പറയുന്നത്. Now we have another classification of reciprocating pump.
Classification അല്ല, another category of reciprocating pump. It is known as double acting reciprocating pump. എന്താണ് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്നുള്ളത് I just show you. ഞാൻ ഷെയർ ചെയ്യുന്ന ഫിഗർ കാണുന്നുണ്ടോ? Yes, sir. See, that is a figure of a double acting reciprocating pump. What can you see in that? And what can you see as the difference? Difference എന്താ ഇതിലുള്ളത്? രണ്ട് suction pipes. Very good. There are 2 suction pipes and 2 delivery pipes. Remember the figure of a single acting reciprocating pump. അതിൽ ഒരു suction pipe ഒരു delivery pipe ഉണ്ടായി. ആ ഡിഫറൻസ് മനസ്സിലാക്കാം. See, suction pipe, അതായത് how does suction happen basically? Suction happens when drag rotate ചെയ്യുമ്പോഴാണ് അല്ലേ? പിസ്റ്റൺ, ഇതാണ് പിസ്റ്റൺ റോഡ്, കണക്റ്റിംഗ് റോഡ്, ഡബിൾ ആക്ടിംഗ് പമ്പില് is the case of double acting pump. Now, what is happening within the double acting pump? 2 suction pipes are there. That means അതായത് ഫസ്റ്റ് 180 ഡിഗ്രി ഓഫ് റൊട്ടേഷനിൽ തന്നെ നമുക്ക് ട്വൈസ് ദ ഡെലിവറി റിലേറ്റഡ് ടു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഇവിടെ അവൈലബിൾ ആവും. See, look at the figure. When the piston moves from left to right, left നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ suction happens in this pipe. അല്ലെ? Due to the pressure variation, the suction pipe sucks in water into the cylinder. Now, that means അത് 180 ഡിഗ്രിയിൽ സംഭവിക്കുന്നു. Now, during the remaining 180 degree, what happens? ഈ piston right to left ലേക്ക് പോകും. Left ലേക്ക് പോകുമ്പോൾ the water or the pressurized water from the cylinder is pushed to the delivery pipe. ഇതേ സമയം what happens? ഈ സമയത്ത് simultaneously എന്ത് നടക്കുന്നുണ്ട്? സെക്കൻഡ് സക്ഷൻ പൈപ്പിലൂടെ വെള്ളം ഇതിലേക്ക് കയറുന്നുണ്ട്. ബിക്കോസ് അവിടെ ആ ഒരു സ്പേസിൽ വാക്യൂം is created. And due to the pressure variation, just as in the case of the first suction pipe, the water enters to the cylinder through the second suction pipe. So, ഈ ആക്ഷൻ ഇതേപോലെ ഡെലിവർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു കംപ്ലീറ്റ് 360 ഡിഗ്രി റെവല്യൂഷൻ എടുക്കുമ്പോഴാണ് പിസ്റ്റൺ രണ്ട് ഭാഗത്തേക്ക് ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആണ് അല്ലെ? സോ ഇൻ വൺ ഫുൾ സൈക്കിൾ വി ഹാഡ് എ സിംഗിൾ സക്ഷൻ സ്ട്രോക്ക് ആൻഡ് എ ഡെലിവറി സ്ട്രോക്ക്. അതാണ് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് വി ആർ ഹാവിംഗ് 2 ഡെലിവറി സ്ട്രോക്സ് ഇല്ലേ? 2 ഡെലിവറി സ്ട്രോക്ക് സംഭവിക്കുന്നില്ലേ? മനസ്സിലാകുന്നുണ്ടോ? That means in a double acting reciprocating, what is happening? The delivery is being increased. More water is delivered. കൂടുതൽ വെള്ളം ഡെലിവർ ചെയ്യാൻ പറ്റും. Twice the amount that we have delivered in single acting reciprocating pump. Can you understand? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇതിനാണ് നമ്മൾ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയാം. ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 2 ഡെലിവറി സ്ട്രോക്സ് ആണ്. 2 ഡെലിവറി സ്ട്രോക്സ് ഇൻ 1 cycle. What is 1 cycle? 1 cycle എന്ന് പറഞ്ഞാൽ എന്താ? 1 full rotation of crank. 360 degree rotation. ഒരു full rotation എന്ന് പറയുമ്പോൾ 1 cycle കംപ്ലീറ്റ് ആണ്. ഈ 1 cycle കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 2 ഡെലിവറി സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ twice the amount of water that could be delivered in a single
single acting reciprocating pump is being doubled. അത് രണ്ട് ട്വൈസ് ആയിട്ട് എമൗണ്ട് വർദ്ധിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. So now, if double acting reciprocating pumpന്റെ കേസ് ഇതാണെങ്കിൽ ഇവിടെ ഡിസ്ചാർജ് എന്തായിരിക്കും? What will be the discharge? പഴയ കേസ് നമുക്ക് ഡിസ്ചാർജ് എന്താ കിട്ടിയപ്പോൾ സിംഗിൾ ആക്ടിങ് reciprocating pump discharge was equal to ALN by 60. For double acting കേസിൽ എന്തായിരിക്കും വരിക? ഡബിൾ ആക്ടിങ് പമ്പിന്റെ കേസിൽ എന്താ വരിക? ഈ ഏരിയയിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം വി വിൽ ഹാവ് ടു ഏരിയാസ്. ഡബിൾ ആക്ടിങ് പമ്പിന്റെ ഒരു സൈഡിൽ പമ്പിന്റെ ഫിഗർ ആണ് ഇങ്ങനെയാണുള്ളത്. ഇവിടെയാണ് പിസ്റ്റൺ പിസ്റ്റൺ റോഡും പോകുന്നുണ്ട്. ഇവിടെ നമ്മളുടെ കണക്റ്റിംഗ് റോഡ്. So when we try to find out the discharge of double acting reciprocating pump, we have cylinder and the area of area of cylinder or area of piston two equal. So now ഈ സൈഡിലെ ഏരിയ ഉണ്ട്, ഈ സൈഡിലെ ഏരിയ. ഈ സൈഡിലെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? പിസ്റ്റന്റെ കംപ്ലീറ്റ് ഏരിയ വരുന്നില്ല. കാരണം ഇത് നമുക്കൊരു പിസ്റ്റൺ റോഡ് വരുന്നത്. So we have to subtract that particular area. So one side of area, piston the one side of area will be equal to pi by 4 d square. Where d എന്ന് പറഞ്ഞാൽ എന്താ? diameter of piston അല്ലെങ്കിൽ diameter of cylinder ആണ്. Both are same. But മറ്റേ സൈഡിൽ എന്തായിരിക്കും? ഇപ്പുറത്തെ സൈഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? This will be pi by 4 d square. അതായത് ടോട്ടൽ പിസ്റ്റന്റെ ക്രോസ് സെക്ഷൻ ഏരിയ മൈനസ് pi by 4 small d square, where small d will be diameter of the piston rod. ഈ piston rod ന്റെ diameter. So ഇവിടെ ഉണ്ട്, അതായത് piston ഇങ്ങനെ നിങ്ങൾ സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ piston കൺസിഡർ ചെയ്താൽ piston ഒരു ഭാഗം അപ്പുറം ഇവിടെ piston rod ഉണ്ട്. സോ ഈ സൈഡിലെ ഏരിയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയ വരും. ഈ സൈഡിലെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും വരും. ഈ ചെറിയൊരു ഏരിയ, അതായത് ഈ സർക്കുലർ ഏരിയ, ഈ ഏരിയ നമുക്ക് we will have to subtract. ആ ഏരിയ ആണ് pi by 4 d square എന്ന് പറയുന്നത്, small d square. So this will be pi by 4 d square minus d square. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ 1 revolution of crank എന്താ? വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ 1 revolution of crank. സിംഗിൾ ആക്ടിങ്ങിന്റെ കേസിൽ A into L ആയിരുന്നു വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ 1 revolution. ഇവിടെ എന്തായിരിക്കും? വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ 1 revolution of crank. Volume of water delivered in 1 revolution of crank will be what? Area into length of stroke plus other side area into length of stroke. രണ്ടെണ്ണം വരും. അവിടെ A മാത്രമാണ്, ഇവിടെ A into L plus A1 into L. This is nothing but L into A plus A1. L into A plus A1 വരും. So AL ന് പകരം L into A plus A. So ഇത് വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ 1 revolution of crank ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് എന്തായിരിക്കും? ഡിസ്ചാർജ് ഓഫ് പമ്പ് പെർ സെക്കൻഡ് എന്തായിരിക്കും? ഡിസ്ചാർജ് what will be Q? Discharge per second. Okay. The volume of water delivered in 1 revolution of crankshaft multiplied by number of revolutions per second. Same method. നമ്മൾ സിംഗിൾ ആക്ടിംഗിൽ എടുത്ത അതേ മെത്തേഡ്.
multiplied by number of revolution per second. Number of revolution per second is n by 16. So this will be a plus a1 multiplied by L multiplied by n by 60. N by 60 ആണ് number of revolutions per second. ഇത് volume of water delivered in one revolution of crank ആണ്. മനസ്സിലാകുന്നുണ്ടോ? സോ ഇത് Q ALN by 60 ആണെങ്കിൽ ഇവിടെ എന്താണ് എക്ക് പകരം a പ്ലസ് a1 into L by n by 60. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? A എന്ന് പറഞ്ഞാൽ എന്താ? 5 by 4 d square. A1 എന്തായിരുന്നു? 5 by 4 d square minus d square. 5 by 4 d square plus 5 by 4 d square minus d square multiplied by L multiplied by n by 60. ഇതാണ് എക്സ്പാൻഡഡ് ഫോമിൽ ഡബിൾ ആക്ടിംഗ് പമ്പിന്റെ ഡിസ്ചാർജ്. എക്സ്പാൻഡഡ് ഫോമിൽ അതാണ്. സിംഗിൾ ആക്ടിംഗ് പമ്പിന്റെ ഡിസ്ചാർജ് ഇതാണ്. ഡബിൾ ആക്ടിംഗ് പമ്പിന്റെ ഡിസ്ചാർജ് ഇങ്ങനെ ഓർത്താൽ മതി. ALN by 60 ആണ്. ഇവിടെ എന്തായിരിക്കും? A plus A1 multiplied by LN by 60. മനസ്സിലാകുന്നുണ്ടോ? Yes, sir. ഓക്കെ. ഇനി ഇങ്ങനെ കിട്ടാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് വി ഹാവ് ടു ഡയമീറ്റേഴ്സ്. ക്യാപിറ്റൽ ഡി ഉണ്ട്, സ്മോൾ ഡി ഉണ്ട്. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ അല്ലെങ്കിൽ സിലിണ്ടർ ആണ്. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ റോഡാണ്. ഇഫ് ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ റോഡ് ഈസ് വെരി വെരി ലെസ് കമ്പയർഡ് ടു ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ, ഇത് വളരെ ചെറുതാന്ന് വിചാരിക്കാം. ഇത് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഈ ഡീന്റെ ആവശ്യമില്ലല്ലോ. ഈ ഡീന്റെ ആവശ്യമുണ്ടോ? വി ക്യാൻ ഇഗ്നോർ, അല്ലെ? ഇഗ്നോർ ചെയ്തൂടെ? Yes, sir. വേറെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇഫ് ദിസ് ഈസ് അപ്ലൈഡ്, ഇഫ് സ്മോൾ ഡി ഈസ് വെരി വെരി ലെസ് ദാൻ ക്യാപിറ്റൽ ഡി, നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഇക്വേഷൻ എന്തായി മാറും? 5 by 4 d square plus 5 by 4 d square മാത്രം വരും into LN by 60 വരും. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? ഈ ഇക്വേഷൻ എന്തായി മാറും? 2 pi by 4 d square into LN by 60 അല്ലേ? അല്ലേ? Yes, sir. ഈ 2 pi by 4 LN square എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into ഇത് ഏരിയ ആണ്. ALN by 60. So approximately ഒരു double acting reciprocating pump discharge will be twice that of a single acting reciprocating pump. Single acting reciprocating pump discharge ALN by 60 ആണെങ്കിൽ double acting reciprocating pump discharge it will be twice that of single acting pump approximately, if diameter of the piston rod is very very less compared to diameter of the piston. മനസ്സിലാകുന്നുണ്ടോ? Yes, sir. Yes, sir. Okay. This is the case. എഴുതിയെടുത്ത് നിങ്ങളത് നോട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ എഴുതുന്നത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? Sir. Yes, sir. ഓക്കെ. സോ ഇപ്പൊ നമുക്ക് ഫോർ സിംഗിൾ ആക്ടിംഗ് പമ്പ്സ് we have Q is equal to ALN by 60 in the unit meter cube per second ആണ്. ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ്. അതേപോലെ വെയിറ്റ് ഓഫ് വാട്ടർ ഡെലിവേർഡ് പെർ സെക്കൻഡ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡെലിവേർഡ് പെർ സെക്കൻഡ്. ഇത് നമുക്ക് എന്താണ്? rho into G into Q ആണ്. that is rho G AL N by 60. ഇതുണ്ട് weight of water delivered per second.
3 ഉണ്ടെങ്കിൽ we can directly find out work done by a reciprocating pump. Single acting pump easily work done. We can find out work done. Work done per second can be equated as weight of water lifted per second multiplied by total height through which water is lifted. That means weight of water lifted per second. Weight of water lifted per second എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. Weight of water delivered per second lifted per second ഒന്നാണ്. Delivery in the sense it is being lifted അല്ലേ, to a higher elevated positionലേക്കാണ് നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. So water being delivered per second is same as water being lifted per second. So work done per second is nothing but weight of water lifted per second multiplied by the height through which, അല്ലെങ്കിൽ total height through which it is being lifted. Total height through which water is lifted. This is the work done per second. So this will be equal to what? Equal to what? If this is W, the W only W multiplied by total height through which water is lifted. Total height and suction head plus delivery is water in the sum. That is from the datum up to the center of the cylinder. Okay, it was suction head, and from the center to the next to the level up to which water is being lifted, that was delivery. Or HS plus HD നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റാറ്റിക് ഹെഡ് ആയിട്ട് എഴുതാം. നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിൽ പഠിച്ചാണ് അല്ലെ, സം ഓഫ് സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ് എന്ന സ്റ്റാറ്റിക് ഹെഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Okay. So that means this is nothing but work done per second എന്ന് പറഞ്ഞാൽ എന്താണ്? This is rho G ALN by 60 multiplied by HS HD. Done work done per second. 3 watts on the unit. ഇങ്ങനെ വാട്ട്സ് വരുന്നത് ദിസ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഇത് മീറ്റേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, sir. Yes, sir. സോറി, ഇത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ല, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ് ആണ്. റോ ജി ALN by 60 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ന്യൂട്ടൺ പെർ സെക്കൻഡ് ആണ് അല്ലെ. വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസിലാണ്. സോ ദിസ് ഈസ് ന്യൂട്ടൺ പെർ സെക്കൻഡ്. ന്യൂട്ടൺ പെർ സെക്കൻഡും ഇത് മീറ്ററും ആണ്. സോ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ദാറ്റ് ഈസ് വാട്ട്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ സെക്കൻഡ് ആണ്, ഇവിടെ മീറ്റർ ആണ്. അങ്ങനെയാണ് ഇത് യൂണിറ്റ് വാട്ട്സിലാവുന്നത്. ക്ലിയർ ആണോ? Yes, sir. വാട്ട്സിൽ കിട്ടുന്ന ഈ വാല്യൂ എന്താണെന്ന് അറിയാം. ദിസ് ഈസ് നത്തിങ് ബട്ട് പവർ റിക്വയർഡ് ഓർ മിനിമം പവർ റിക്വയർഡ് ടു സ്റ്റാർട്ട് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അത് തന്നെയാണ് ഇത്, വാട്ട്സിലാണ് ഇത്. സോ സിൻസ് ദിസ് ഈസ് ഇൻ വാട്ട്സ്, ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇതേ ഇക്വേഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? മിനിമം പവർ required to start a reciprocating pump. ഇങ്ങനെ എടുക്കാം നമുക്ക്. സ്റ്റാർട്ട് അല്ല, ടു ഡ്രൈവ്. സ്റ്റാർട്ടിങ് സ്പീഡാണ്. സോ മിനിമം പവർ റിക്വയർഡ് ടു ഡ്രൈവ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അതാണ് ഇത്. മനസ്സിലാവുന്നുണ്ടോ? സോ പവർ റിക്വയർഡ് ടു ഡ്രൈവ് എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ സെയിം ഇക്വേഷൻ രണ്ട് സാധനത്തിന് നമുക്ക് ഉപയോഗിക്കാം. വർക്ക് ഡൺ പെർ സെക്കൻഡ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. പവർ റിക്വയർഡ് ടു ഡ്രൈവ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് രണ്ടും ന്യൂമറിക്കൽ ചോദിക്കുക, രണ്ടിനും സെയിം ഇക്വേഷൻ ആണ്.
മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, ഇതിനെ മൊത്തത്തിൽ നിങ്ങൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? The unit will change to kilowatts. To divide this total value by 1000, the whole thing will change to kilowatts. So ഇത് work done per second ആണ്. Same equation is E minimum. E power ആണെങ്കിൽ minimum power required to drive a reciprocating pump എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. Rho g ALN by 60 multiplied by HS plus HT. If you divide the total value by 1000, you will obtain kilowatts. എങ്ങനെ വാട്ട്സ് ആണെന്നത്? ഇത് ന്യൂട്ടൺ പെർ സെക്കൻഡ് ആണ്, ഇത് മീറ്റർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ് വാട്ട്സ് ആയി. ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കണേ. Yes, sir. If this was the case that you had to write for a double acting reciprocating പമ്പിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? Q becomes 2ALN by 60. So weight of water delivered per second എന്ത് സംഭവിക്കും? Rho g Qന് പകരം Rho g Q എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? Rho into G 2ALN by 60 എന്ന് എഴുതേണ്ടി വരും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. Yes, sir. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡ് പെർ സെക്കൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ ഹൈറ്റ് ത്രൂ വിച്ച് വാട്ടർ ഈസ് ലിഫ്റ്റഡ്. സെയിം റിലേഷൻ ആണ്, ബട്ട് ഇക്വേഷൻ എന്താവും? വെയിറ്റ് ഓഫ് വാട്ടർ റോ ജി ALN by 60 അല്ല, ഇവിടെ ഒരു 2 വരും. 2 ഇൻറ്റു, അതായത് റോ ജി മൾട്ടിപ്ലൈഡ് ബൈ 2 ALN by 60 വരും, മൾട്ടിപ്ലൈഡ് ബൈ HS പ്ലസ് HT വരും. സോ ഈ ഇക്വേഷനിൽ എന്ത് വരും? റോ ജി മൾട്ടിപ്ലൈഡ് ബൈ 2 ALN by 60 ഇൻറ്റു HS പ്ലസ് HT വരും അല്ലേ? Yes, sir. ആ ഡിഫറൻസ് മാത്രമേ 2 ആഡ് ചെയ്താൽ ജസ്റ്റ് Q ഈസ് ഈക്വൽ ടു 2 ALN by 60. ഇതാണ് ഡബിൾ ആക്ടിങ്ങിനുള്ളത്. ഇതേ സാധനം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്നിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ you can rewrite all these relations for a double acting reciprocating pump. ഈ ചേഞ്ച് മാത്രം അങ്ങോട്ട് ഇന്റർപോളേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. Now, ഈ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ, ഇത് നോട്ട് ചെയ്തില്ല, നിങ്ങൾ നോട്ട് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് റബ് ഓഫ് ചെയ്യട്ടെ. Yes, sir. This is minimum power required to drive a reciprocating pump അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്. ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്താൽ നമുക്ക് ഇതിനാണ്, ഇതേ ഇക്വേഷൻ ഞാനൊന്ന് റീറൈറ്റ് ചെയ്താൽ റോ ജി AN by 60 multiplied by L into HS plus HT. ഇങ്ങനെ എഴുതിയാലോ നമുക്ക്? ഇങ്ങനെ എഴുതിക്കൂടെ? Yes, sir. ഒന്നുമില്ല, ഈ എല്ലിന്റെ ടേം ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്നും ഇങ്ങോട്ട് എഴുതി ഞാൻ ഈ ഒരു ഇതിനൊരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റിയിട്ട് L multiplied by HS plus HT എന്നുള്ളത് സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ആയി. സെയിം ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത്. If the equation is rearranged like this, we can write that E term, what is this one? Rho g AN by 60. This will almost remain a constant. Rho constant ആയിരിക്കും, G constant ആയിരിക്കും. Area for a particular reciprocating pump always constant ആയിരിക്കും. ഒരു പമ്പിന്റെ ഏരിയ മാറിക്കൊണ്ടിരിക്കില്ലല്ലോ. പിന്നെ സ്പീഡ് N, number of revolutions per second കോൺസ്റ്റന്റ്. So this will
considerably remain constant for every working stroke. എല്ലാ വർക്കിംഗ് സ്ട്രോക്കിലും ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ചെറിയ വേരിയേഷൻ ഉണ്ടാകാൻ പോകുന്നത് ഈ HS HDയിലൊക്കെ ആയിരിക്കും ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ പമ്പിൽ വരുന്ന വേരിയേഷൻസ് വേരിയേഷൻസ് എന്താന്നുള്ളതും നമുക്ക് ഡിസ്കസ് ഇൻ ദ ഫർദർ ടോപ്പിക് എന്താന്നുള്ള ഞാൻ പറയാം. So if you rearrange this equation in this format, we can infer that work done per second is proportional to what? L into HS plus HT. ഈ ടേമിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഇത് ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം, കാരണം this relation will be important when we study indicator diagram. ഇങ്ങനൊരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. This is very important regarding reciprocating pumps. When we study this topic, ഈ ഒരു റിലേഷൻ യൂസ്ഫുൾ ആയിട്ട് വരും. That is, work done per second for a single acting reciprocating pump is proportional to what? Directly proportional to E term. This term, E product, length into HS plus HT. Okay, indicator diagram പഠിക്കുമ്പോൾ നമുക്ക് ഈ റിലേഷൻ ചെറിയൊരു യൂസ് വരും. Now, we equation theory, starting with knowing the relation for discharge. Discharge we obtained as for a single acting reciprocating pump we obtained as Q is equal to ALN by 60 3 meter cube per second. Now, this is obviously the theoretical discharge, QTH. This is the theoretical discharge. Due to various sets of losses, ഒരിക്കലും ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും ഒന്നായിരിക്കില്ല അല്ലെ. യൂഷ്വലി Q actual will be less than Q theoretical. തിയററ്റിക്കലിനെ കാട്ടി കുറവായിരിക്കും ഇൻ ജനറൽ Q actual. ഈ ഒരു കൺസെപ്റ്റ് ഉള്ളപ്പോൾ we introduce a term slip. ഇങ്ങനെ ഒരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, slip of the reciprocating pump. ഈ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ this is basically the difference between theoretical discharge and actual discharge. ഇതിനാണ് slip of the reciprocating pump എന്ന് പറയുന്നത്. Because ALN by 60 ആയാലും 2ALN by 60 ഇത് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിലിട്ട് ബോത്ത് ഇത് രണ്ടും എന്താണ് Q തിയററ്റിക്കൽ ആണ്, രണ്ടും തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഓൾവേസ് ആക്ച്വൽ ഡിസ്ചാർജ് കുറച്ച് കുറവായിരിക്കും, കാരണം ലോസസ് ഉണ്ടാവും, ലീക്കേജസ് ഉണ്ടാവും. So due to the leakages and losses, actual discharge will be always less than the theoretical discharge. So the difference between that, the theoretical discharge and actual discharge, is known as slip of the reciprocating. ഈ സ്ലിപ്പിനെ യൂഷ്വലി നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താ, we represent the slip in percentage form. അതായത് നമ്മൾ percentage slip എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Percentage slip എന്ന് പറഞ്ഞാൽ slip of reciprocating pump ഇതാണെങ്കിൽ percentage slip എന്തായിരിക്കും, Q theoretical minus Q actual divided by Q theoretical multiplied by 100. This will be the relation for percentage slip. ഈ പെർസെന്റേജ് സ്ലിപ്പിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തെന്താവും, എക്സ്പാൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് എക്സ്പാൻഡ് ചെയ്താൽ വാട്ട് വിൽ ബി ഒബ്റ്റെയിൻ 1 minus Q actual
divided by Q theoretical multiplied by 100. Q actual by Q theoretical. ഇത് നിങ്ങൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ പഠിച്ചിട്ടുണ്ടോ ഈ റേഷ്യോ എന്താന്നുള്ളത്? ഹാവ് യു എനിവേർ കം അക്രോസ് ദിസ് വൺ? നിങ്ങൾ ഫ്ലൂയിഡ് ഫ്ലോ, വെഞ്ചുറിംഗ് മീറ്റർ അതെല്ലാം പഠിക്കുമ്പോൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ് സർ. എന്താണ് ഇതിന് പറയാൻ? ഓർമ്മയുണ്ടോ? This is known as 1 minus E term, E ratio, Q actual by Q theoretical is known as C suffix D. CD എന്ന് പറയും. CD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? Coefficient of discharge. Q actual divided by Q theoretical ആണ് CD. CD is known as coefficient of discharge. So coefficient of discharge ന്റെ ടേമിൽ നമുക്ക് എന്ത് എഴുതാം? We can express percentage slip. Percentage slip ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചെറിയ എക്സ്പ്ലെയിൻ ദ ടേംസ് വന്നിട്ട് അതിന്റെ കൂടെ പെർസെന്റേജ് സ്ലിപ്പ് എന്താണ്, സ്ലിപ്പ് എന്താണെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. And this will be helpful in solving numericals also. Numericalsൽ ഇതിന്റെ ആവശ്യം വരും. സ്ലിപ്പ് എന്താണ്, പെർസെന്റേജ് സ്ലിപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ there arises a very important question. ഈ ഒരു ചെറിയ കൺസെപ്റ്റും കൂടി പറഞ്ഞിട്ട് യൂസ്ഡ്. അതായത് എപ്പോഴെങ്കിലും can at any time Q actual become greater than Q theoretical? ഇത് എപ്പോഴെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്? Answer is yes. It can happen. Whenever Q actual increases than Q theoretical, the condition is known as negative slip. Negative slip is the condition. The condition is known as negative slip. ചില കേസസിൽ എന്ത് സംഭവിക്കാം? ആക്ച്വൽ ഡിസ്ചാർജ് തിയററ്റിക്കൽ ഡിസ്ചാർജിനെക്കാട്ടി കൂടുതലാവാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേം നെഗറ്റീവ് സ്ലിപ്പ്. സോ നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അവിടെ പെർസെന്റേജ് സ്ലിപ്പ് എന്ത് വരും? Q actual minus Q theoretical divided by Q actual. Percentage negative slip എന്ന് പറഞ്ഞാൽ. Now when does negative slip occur? അല്ലെങ്കിൽ when does Q actual become greater than Q theoretical? എപ്പോഴാണ് Q theoretical കൂടുതൽ ആക്ച്വൽ തിയററ്റിക്കൽ ആവുക? 3 കണ്ടീഷൻസ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ വർക്കിംഗിൽ 3 കണ്ടീഷൻ എപ്പോഴാണ് സംഭവിക്കുക? ഒന്ന്, ലോങ് സക്ഷൻ പൈപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, വലിയ സക്ഷൻ പൈപ്പ് ഉണ്ട്. നെഗറ്റീവ് സ്ലിപ്പ് ഒക്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ തിയററ്റിക്കൽ ആക്ച്വൽ ഡിസ്ചാർജ് തിയററ്റിക്കൽ ഡിസ്ചാർജ് കൂടുതലാകുന്നത് ഒന്ന്, സക്ഷൻ പൈപ്പ് ലോങ് ആണെങ്കിൽ ഇത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ തിയററ്റിക്കൽ ആവാം. രണ്ട്, ഒന്നുകിൽ ലോങ് സക്ഷൻ പൈപ്പ് ആവുക, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് സംഭവിച്ചാലും മതി, വളരെ ഷോർട്ട് ഡെലിവറി പൈപ്പ് ആയാലും മതി. ഷോർട്ട് ഡെലിവറി പൈപ്പ് ആയാലും മതി. അതും അല്ലെങ്കിൽ പമ്പ് റണ്ണിങ് അറ്റ് വെരി ഹൈ സ്പീഡ്. ഉദ്ദേശിച്ചതിനെക്കാളും കൂടുതൽ സ്പീഡിൽ പമ്പ് പോകുന്നുണ്ടെങ്കിൽ അവിടെ ആക്ച്വൽ ഡിസ്ചാർജിനെക്കാളും കൂടുതൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഉണ്ടാവാം. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ലോങ് ഷോർട്ട് സിസ്റ്റം വരുന്ന സമയത്ത് ഈ സക്ഷൻ പൈപ്പ് ഒരുപാട് നീളത്തിലാണെന്ന് വിചാരിച്ചു. ഒരു സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഇങ്ങനെ വരച്ചാൽ ഇതാണ് പിസ്റ്റൺ റോഡ്, കണക്റ്റിംഗ് റോഡ്, ഇത് ക്രാങ്ക്. ഇങ്ങനെയാണ് നമ്മളൊരു സിംഗിൾ സ്റ്റേജ് പമ്പ് ഉള്ളത് അല്ലേ? സോ ഈ സക്ഷൻ പമ്പ് ഈസ് വെരി ലാർജ്. സക്ഷൻ പമ്പ് ഭയങ്കര വലുതാണ്, നീളമുള്ളതാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറയുന്നത്, വാട്ടർ എൻറ്ററിംഗ് ദ സക്ഷൻ പൈപ്പ് വിൽ എൻറ്റർ. അതായത് ഈ സക്ഷൻ പൈപ്പ് നീളമാണെങ്കിൽ മോർ എമൗണ്ട് ഓഫ് വാട്ടർ വിൽ എൻറ്റർ. കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ വിത്ത് ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ
പ്രഷർ വേരിയേഷനിൽ അത് എൻ്റർ ചെയ്യണം. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ജനറേറ്റ് ഇനേർഷ്യ. ഭയങ്കര ഇനേർഷ്യ ഉണ്ടാവും ഇത് ഹൈ പ്രഷറിൽ മുകളിലേക്ക് വരുമ്പോൾ. സോ വെൻ ഹൈ പ്രഷറിൽ ഇനേർഷ്യയിലേക്ക് വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ഈ ഇതിനെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ ഈ സംഭവം ഇവിടെ സക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഇവിടെ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ വെള്ളം ഇതിലേക്ക് കയറിയിട്ട് while entering the cylinder, a small amount of water due to inertia might slip through the delivery valve. ഈ ഡെലിവറി വാൾവിലൊക്കെ ചെറിയ എമൗണ്ട് ആദ്യമേ തന്നെ അങ്ങോട്ട് പോവാം. അതായത് ഡെലിവറി സ്ട്രോക്ക് നടക്കുന്നതിന് മുന്നേ ചെറിയൊരു എമൗണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ആഫ്റ്റർ ദാറ്റ് ഡെലിവറി സ്ട്രോക്ക് ഓൾസോ ഒക്കേഴ്സ്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയി നടക്കുമ്പോൾ എന്താ, ഒരു സ്മോൾ എമൗണ്ട് അഡീഷണൽ ആയിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് പോകുമ്പോൾ നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കൂടുതലായിരിക്കും ആക്ച്വൽ ഡിസ്ചാർജ് വരിക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, sir. Okay, so with this section, we'll stop this topics for today.